സത്യവിശ്വാസികളെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ രഹസ്യ പരസ്യ മേഖലകളിൽ സൂക്ഷ്മതയോടുകൂടി പാലിച്ച് തഖ്വയുള്ളവരായി ജീവിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുന്നു. പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാമിന്റെ പേരിൽ വസിയത്ത് നൽകുന്നു. അള്ളാഹു നമ്മുടെ കർമ്മങ്ങളെല്ലാം സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. മനുഷ്യരായ നമുക്ക് ഓരോരുത്തർക്കും ഏറെ ഇഷ്ടപ്പെട്ട സ്ഥലങ്ങൾ ഈ ദുനിയാവിലുണ്ട്. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട വ്യക്തികളുണ്ട്, നമുക്കിഷ്ടപ്പെട്ട ഭക്ഷണങ്ങളുണ്ട്. ഇതേ രൂപത്തിൽ തന്നെ മനുഷ്യരെ മുഴുവനും സൃഷ്ടിച്ച, മനുഷ്യരുടെ ഇഷ്ട അനിഷ്ടങ്ങളെ സൃഷ്ടിച്ച, അതുപോലെ തന്നെ പ്രപഞ്ചത്തിലെ മുഴുവൻ സർവചരാചരങ്ങളെയും സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന പ്രപഞ്ചനാഥനായ അഖിലേശ്വരനായ റബ്ബിന്, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് നമുക്ക് ഇഷ്ടപ്പെട്ട സ്ഥലങ്ങൾ ഉള്ളതുപോലെ റബ്ബിനും ചില ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആ പ്രത്യേക ഇഷ്ടങ്ങളെ റബ്ബ് തന്നെ വഹീന്റെ അടിസ്ഥാനത്തിൽ റസൂലുള്ളാഹിയിലൂടെ നമ്മെ പഠിപ്പിച്ചിട്ടുമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്ത് അല്ലാഹു സൃഷ്ടിക്കപ്പെട്ട എല്ലാ ഇടങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ചില പ്രത്യേക ഇടങ്ങൾ അള്ളാഹുവിന് അത് പ്രത്യേകം ഇഷ്ടമാണെന്ന് അള്ളാഹു തന്നെ അത് പലതവണ ആവർത്തിച്ചെടുത്തു പറഞ്ഞ് പരിശുദ്ധ ഖുർആനിലൂടെയും പ്രവാചക സുന്നത്തിലൂടെയും നമ്മളെ പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരിക്കൽ ഇതേ ചോദ്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്ത് ചോദിച്ചു. റസൂലേ, പ്രവാചകരെ, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം ഏതാണ്? ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാണ്? റസൂലുള്ളാഹിക്ക് അറിയില്ല. റസൂൽ പറഞ്ഞു, ജിബ്രീൽ വരട്ടെ, ഞാൻ ചോദിക്കാൻ പറയാം. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വഹയ്യുമായി വന്നു. ജിബ്രീലിനോടും റസൂലുള്ളാഹി ചോദിച്ചു, അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാണ്? ജിബ്രീലിനും അറിയില്ല ഏതാ സ്ഥലം. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നിശ്ചയിച്ച വഹയ്യ് നൽകി തിരികെ പോയി. പിന്നീട് വഹയ്യുമായി വന്നപ്പോ റസൂലുള്ളാഹിയുടെ ചോദ്യത്തിന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മറുപടി, അഹബ്ബുൽ ബിലാദി ഇലല്ലാഹി മസാജിദുഹാ. അഹബ്ബുൽ ബിലാദ്, നാടുകളിൽ വെച്ച്, സ്ഥലങ്ങളിൽ വെച്ച്, പ്രദേശങ്ങളിൽ വെച്ച് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം അഹബ്ബ്. ഹുബ്ബ് എന്ന് പറഞ്ഞാൽ ഇഷ്ടമാണ്. അഹബ്ബ് എന്ന് പറഞ്ഞാൽ അതിന്റെ സൂപ്പർലേറ്റീവ് ടെൻസ് ആണ്, ഏറ്റവും ടോപ്പാണ്. അഹബ്ബ്, സ്ഥലങ്ങളിൽ വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം എന്ന് പറഞ്ഞാൽ ഇലല്ലാഹ്, അള്ളാഹുവിന്, മസാജിദുഹാ, അത് പള്ളികളാണ്. സുജൂദ് ചെയ്യപ്പെടുന്ന ഇടങ്ങളായ പള്ളികളാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം. അതുകൊണ്ട് തന്നെ വിശ്വാസികൾ എന്ന നിലക്ക് നമ്മുടെ മനസ്സുകൾ ചേർത്തു വെക്കേണ്ട, നമ്മുടെ മനസ്സിൽ ഇഷ്ടം നിറക്കേണ്ട ഇടങ്ങളാണ് പള്ളികൾ എന്ന തിരിച്ചറിവ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടതുണ്ട്. പള്ളികളിലേക്ക് പോകാൻ കഴിയാത്ത അവസ്ഥ ഏറെ ദയനീയമാണ്. ഒരു കാലഘട്ടത്തിൽ ഒരുപാട് നാടുകൾ ഈ ഉമ്മത്ത് അതേറെ അനുഭവിച്ചതാണ്. ഏറ്റവും ശ്രേഷ്ഠകരമാക്കപ്പെട്ട പള്ളികളെല്ലാം ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും അടച്ചുമൂടപ്പെട്ട് ഒരു സന്ദർഭത്തിന് വേണ്ടി പള്ളിയിൽ ഒന്ന് പോയി നമസ്കരിക്കാൻ വേണ്ടി കാത്തിരുന്നവരാണ് നാം. ഒരുപാട് സമയം ആ പരീക്ഷണത്തിന്റെ കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു വന്നതാണ്. അതുകൊണ്ട് തന്നെ പള്ളികളിൽ വന്നിരുന്ന് നമസ്കരിക്കാൻ കഴിയാത്ത റബ്ബുമായി ചേർന്ന് അള്ളാഹുവുമായി തന്റെ ആവലാദികൾ, വേവലാദികൾ പടച്ചാപ്പനോട് മനസ്സമാധാനത്തോടുകൂടി, ശാന്തിയോടുകൂടി, സമാധാനത്തോടുകൂടി റഹ്മത്തിന്റെ മാലാകമാർ കളിയാടുന്ന ഈ പള്ളികളിൽ നമുക്ക് വരാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഭാഗ്യമില്ലായ്മയാണ്, വലിയ പ്രയാസമാണ്, നമ്മുടെ മനസ്സിൽ വേദന നടക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹൃദയത്തെ, നമ്മുടെ മനസ്സിനെ പള്ളിയുമായി ചേർത്തു വെക്കാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയണം. അത് പള്ളിയുമായിട്ടുള്ള ആത്മബന്ധം വളരെ സൂക്ഷ്മതയോടുകൂടി മുന്നോട്ട് പോകുവാനും നമുക്ക് ഓരോരുത്തർക്കും കഴിയേണ്ടതുണ്ട്. ഇനി പള്ളികൾ എന്ന് പറഞ്ഞാൽ പല ആൾക്കാരും അതിന് മനസ്സിലാക്കിയത് അത് നിസ്കരിക്കാൻ വേണ്ടി മാത്രമുള്ളൊരു സ്ഥലമാണ്. പള്ളി എന്ന് പറഞ്ഞാൽ അത് നിസ്കരിക്കാൻ വേണ്ടി മാത്രമുള്ളതാണ്. അങ്ങനെയല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടം, പ്രവാചക ജീവിതത്തിൽ റസൂലുള്ളാഹിന്റെ പള്ളി, മദീനത്തെ പള്ളി ഇസ്ലാമിക ചരിത്രത്തിൽ ഏറെ ശ്രദ്ധേയമാണ്. അത് കേവലം നമസ്കരിക്കാനും ഖുർആൻ ഓതാനും വേണ്ടി മാത്രമുള്ള ഒരു സ്ഥലമായിരുന്നില്ല, മറിച്ച് എല്ലാ നിലക്കും. ഇന്നിപ്പോ നമ്മുടെ പള്ളികളൊക്കെ എടുത്തു നോക്കുമ്പോൾ റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിലെ പള്ളിയെ നമ്മൾ അതുമായി തുലനം ചെയ്താൽ, ചേർത്ത് വെച്ചാൽ, കേവലം മഹാനായ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹുവിന്റെ തോട്ടത്തിൽ നിന്നുള്ള ഏതാനും ഈന്തപ്പനയോലകളും ഈന്തപ്പനയുടെ പലകകളും
കൊണ്ട് മുടഞ്ഞുണ്ടാക്കിയ മദീനത്തെ പള്ളി നമ്മുടെ ഭാവനകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഇന്നത്തെ പള്ളികളുമായി ചേർത്തു വെച്ചാൽ ഭൗതിക സൗകര്യങ്ങളുമായി മദീനത്തെ പള്ളി വളരെ പുറകിലാണ്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ പള്ളി നിർവഹിച്ച ദൗത്യത്തെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ഒരു അലങ്കാരങ്ങൾക്കും ഒരു വിശദീകരണങ്ങൾക്കും ഒരു പറയലുകൾക്കും തീർക്കാൻ കഴിയാത്ത അവസ്ഥയിൽ റസൂലുള്ളാഹിന്റെ പള്ളി നിർവഹിച്ച ദൗത്യം അതേറെ ശ്രദ്ധേയമായിരുന്നു. പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമായി, യാത്രക്കാർക്കുള്ള അത്താണിയായി, പാപങ്ങൾക്കുള്ള ആശ്രയ കേന്ദ്രമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പള്ളി നിലകൊണ്ടു എന്ന് ചരിത്രത്തിൽ നമ്മൾ വായിക്കും. ഇന്ന് പലപ്പോഴും നമ്മളിങ്ങനെ പറയും, എന്തെങ്കിലുമൊക്കെ പ്രശ്നം പറഞ്ഞാൽ അത് പള്ളി പോയി പറ നമ്മൾ പറയും. ഇന്ന് നമുക്ക് തമാശയുടെയും അതുപോലെ തന്നെ എന്തോ ഒരു പരിഹാസത്തിന്റെയും വചനങ്ങളാണ്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ വല്ല പ്രശ്നമുണ്ടെങ്കിൽ അത് പള്ളിയിൽ പോയി പറഞ്ഞാൽ അതിന് പരിഹാരം ഉണ്ടായിരുന്നു. പള്ളിയിൽ പോയി ഒരാൾ ഒരു പ്രശ്നം പറഞ്ഞാൽ അത് പരിഹരിക്കാൻ റസൂലും സ്വഹാബത്തും അവിടെ സന്നദ്ധമായിരുന്നു എന്ന് ചരിത്രത്തിൽ കൃത്യമായി നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. ഇന്ന് പലപ്പോഴും നമുക്കത് പരിഹാസമായി മാറി, നമുക്കത് ഒരു കേവലം സംസാരമായി മാറി. എന്നാൽ ആ രൂപത്തിൽ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമായി, അത്താണിയായി എല്ലാ നിലക്കും ഒരു നാട്ടിലെ പള്ളി ഈ രൂപത്തിൽ എല്ലാ നിലക്കും എല്ലാവർക്കും മതജാതി ഭേദമന്യേ ഉപകാരപ്പെടുന്നതാവണമെന്ന് പരിശുദ്ധ ഇസ്ലാമിന്റെ ചരിത്രങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. റസൂൽ ഇന്ന് പലപ്പോഴും പള്ളികൾ എന്ന് പറഞ്ഞാൽ ബാങ്ക് വിളിക്കുന്ന ഒരു സ്ഥലം, അത് മുസ്ലിങ്ങൾക്ക് മാത്രം കടന്നു ചെല്ലാൻ കഴിയുന്ന ഒരിടം. അങ്ങനെയല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീനത്തെ പള്ളിയിൽ മുസ്ലിം നേതാക്കന്മാർ വന്നിട്ടുണ്ട്. യമാമ ഭരിച്ചിരുന്ന സുമാമ എന്ന് പറയുന്ന ഭരണാധികാരി ഏറെ ശ്രദ്ധേയനാണ്. സുമാമയെ മുസ്ലിം സൈന്യം പിടിച്ചുകൊണ്ടുവന്ന് പള്ളിയിലാണ് പാർപ്പിച്ചത്. പള്ളിയിലാണ്. അന്ന് മുസ്ലിമാണ്, മുശ്രിക്കാണ്, ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല. മദീനത്തെ പള്ളിയിലാണ് താമസിപ്പിച്ചത്. ഏകദേശം ഒരാഴ്ചയോളം ആ പള്ളിയിൽ ആ മനുഷ്യൻ താമസിച്ചു. മുസ്ലിമീങ്ങളുടെ നിസ്കാരമൊക്കെ കാണുന്നുണ്ട്. പള്ളിയിൽ ഒരു ഭാഗത്ത് അദ്ദേഹത്തെ കൊണ്ടുവന്ന് അവിടെ പിടിച്ച് പള്ളിയിലാണ് തടങ്കലിലാക്കിയത്. എന്നാൽ നമ്മൾ ഇന്ന് തടങ്കൽ ജയിൽ എന്നൊക്കെ പറയുമ്പോ നമ്മൾ ഉദ്ദേശിക്കുന്ന രൂപത്തിലെയല്ല. യമാമയിലെ സുമാമ എന്ന് പറയുന്ന ആ ഭരണാധികാരിക്ക് റസൂലുള്ള കഴിക്കുന്ന അതേ ഭക്ഷണത്തിൽ നിന്നുള്ള പങ്കാണ് ആ ഭരണാധികാരിക്ക് അന്ന് മുസ്ലിം സൈന്യം നൽകിയത്. ഏറ്റവും നല്ല സൽക്കാര സ്വഭാവത്തോടുകൂടി അതിഥിയായി റസൂലുള്ളാഹിയുടെ പള്ളിയിൽ ആ ഒരു മനുഷ്യനെ, ആ ഭരണാധികാരിയെ സ്വഹാബത്ത് മുഴുവനും സൽക്കരിച്ചു. പള്ളിയിൽ നടക്കുന്ന മുഴുവൻ കാര്യങ്ങളും മുസ്ലിം അല്ലാത്ത ആ മനുഷ്യനെ നോക്കിക്കാണുകയാണ്. റസൂലുള്ള മൂന്ന് തവണയായി ചോദിച്ചു, അമ്മാമ എന്താ നിന്റെ അഭിപ്രായം, എന്താണ് ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചോ, മനസ്സിലാക്കിയോ, ഇസ്ലാം സ്വീകരിക്കാൻ തയ്യാറാണോ? ആദ്യം ചോദിച്ചു. സുമാമയുടെ മറുപടി, മുഹമ്മദേ, ഞാൻ ഒരിക്കലും നിന്റെ മതം സ്വീകരിക്കില്ല. ഇത് നല്ല ആളാണ്, നല്ലവനാണ്, അതെനിക്ക് ബോധ്യപ്പെട്ടു. പക്ഷെ നിന്റെ മതം സ്വീകരിക്കാൻ ഞാൻ തയ്യാറല്ല. ഇന്ന് കൊന്നു കളഞ്ഞോ പ്രശ്നമല്ല, പക്ഷെ നിന്റെ മതം സ്വീകരിക്കൂല. ഇത് രണ്ടാമത്തെ തവണയും ഇതേ ചോദ്യം ചോദിച്ചു. അപ്പോൾ ഇതേ മറുപടി, ഞാൻ നിന്റെ മതം ദീൻ സ്വീകരിക്കാൻ, ഇസ്ലാം സ്വീകരിക്കാൻ ഞാൻ തയ്യാറല്ല. മൂന്നാമതും ഇതേ മറുപടി പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി ഒരു പാരിതോഷികവും സ്വീകരിക്കാതെ ആ ഭരണാധികാരിയെ തുറന്നു വിട്ടാ മനുഷ്യൻ പള്ളിയിൽ ഇറങ്ങിപ്പോയി. ഒന്നും ചെയ്തില്ല റസൂൽ. പോയ മനുഷ്യൻ വൈകാതെ തിരിച്ചു വന്ന റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന് പ്രഖ്യാപിച്ച് ആ ഭരണാധികാരി ഇസ്ലാം സ്വീകരിച്ചു. അന്ന് ആ മനുഷ്യൻ താമസിച്ചത് പള്ളിയിലാണ്. ദീനിനെ കുറിച്ച് പറയാൻ, പഠിക്കാൻ, അറിയാൻ, മനസ്സിലാക്കാൻ ആ മുസ്ലിം അല്ലാത്ത ആ ഭരണാധികാരിക്ക് അവസരമുണ്ടായത് മദീനത്തെ പള്ളിയിൽ നിന്നാണ്. ഈ രൂപത്തിൽ ദഅവത്തിന്റെ പ്രഭവ കേന്ദ്രമായി നമ്മുടെ പള്ളികൾ മാറേണ്ടതുണ്ട്. പള്ളി, മസ്ജിദ് എന്ന് പറഞ്ഞാൽ, മസ്ജിദ് എന്ന പദം തന്നെ വരുന്നത് സുജൂദ് എന്ന പദത്തിൽ നിന്നാണ്. സുജൂദ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ 7ഓളം അവയവങ്ങൾ അത് ഭൂമിയിൽ, നിലത്ത്, അള്ളാന്റെ ഭൂമിയിൽ അത് ചേർത്ത് വെച്ച് റബ്ബിന്റെ മുന്നിൽ എല്ലാ അഹങ്കാരത്തെയും ഇറക്കി വെച്ച് പൂർണ്ണമായ വിനയത്തോടുകൂടി, താഴ്മയോടുകൂടി സുജൂദ് ചെയ്യുന്നതിനാണ് സുജൂദ് എന്ന് നമ്മൾ പറയാം. ആ സുജൂദിൽ നിന്നാണ്, സുജൂദ് ചെയ്യുന്ന ഇടത്തെയാണ് മസ്ജിദ് എന്ന പേരിൽ പിന്നീട് പറയാൻ തുടങ്ങിയത്. അപ്പൊ മസ്ജിദ് എന്ന് പറഞ്ഞാൽ സുജൂദ് ചെയ്യുന്ന ഇടം എന്നതാണ് അർത്ഥം. വഅന്നൽ മസാജിദ ലില്ലാഹ്, അതേ പദമാണ് ഖുർആനിൽ അല്ലാഹു ഉപയോഗിച്ചത്. ഞാൻ ആദ്യം ഓതി വെച്ച ആയത്ത് വഅന്നൽ മസാജിദ ലില്ലാഹ്, തീർച്ചയായും പള്ളികൾ എന്ന് പറഞ്ഞാൽ, ആ സുജൂദ് ചെയ്യുന്ന ഇടങ്ങൾ എന്ന് പറഞ്ഞാൽ വഅന്നൽ മസാജിദ ലില്ലാഹ്, അത് അല്ലാഹുവിന്റേതാണ്. ഫലാ തദഉ മഅല്ലാഹി അഹദ, ആ പള്ളികളിൽ വെച്ച് നിങ്ങൾ അല്ലാഹു അല്ലാത്ത ഒരുത്തനെയും വിളിച്ച് പ്രാർത്ഥിക്കരുത്, ആരാധിക്കരുത് എന്ന്
പടച്ചറപ്പ് പരിശുദ്ധ ഖുർആന്റെ ആയത്തുകളിൽ പഠിപ്പിച്ചു. മാത്രമല്ല വേറെയും ഒരുപാട് ആയത്തുകളിൽ പള്ളി ആര് പരിപാലിക്കണം എന്ന വിഷയം ഖുർആൻ പറഞ്ഞു. ഇന്നമാ യഅ്മുറു മസാജിദല്ലാഹി മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ. പള്ളിയെ പരിപാലിക്കേണ്ടവർ ആമന ആമീൻ അവൻ വിശ്വാസിയായിരിക്കണം. അതുപോലെ തന്നെ അല്ലാഹുവിൽ അവന് വിശ്വാസം ഉണ്ടായിരിക്കണം. വആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ പരലോകത്തിൽ വിശ്വാസം ഉണ്ടായിരിക്കണം. അഥവാ ദീനീ ബോധമുള്ള ആളുകളാണ് പള്ളിക്ക് നേതൃത്വം നൽകേണ്ടത് എന്ന് ഖുർആൻ പഠിപ്പിക്കുകയാണ്. പരിശുദ്ധ ഖുർആന്റെ ആയത്തുകൾ നമ്മളെ ഉണർത്തുകയാണ്, പഠിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ മറ്റു ചില ആയത്തുകളിൽ ഇതേ രൂപത്തിൽ പള്ളികളിലേക്കാണ് ഏറ്റവും നല്ല രൂപത്തിൽ അലങ്കാരം സ്വീകരിച്ച് നിങ്ങൾ പോകേണ്ടത് എന്ന് പരിശുദ്ധ ഖുർആന്റെ ആയത്ത് പഠിപ്പിച്ചു. സീനത്തൻ അണിഞ്ഞൊരുങ്ങി ചമഞ്ഞു പോകേണ്ടത് പള്ളിയിലേക്കാണ്. അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കുന്ന റബ്ബുമായിട്ടുള്ള മുനാജാത്തായ ആ സംഭാഷണത്തിലേക്കാണ് ഏറ്റവും നല്ല രൂപത്തിൽ അണിഞ്ഞൊരുങ്ങേണ്ടത് എന്ന് ഖുർആന്റെ ആയത്തുകൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇന്ന് പലപ്പോഴും നമ്മൾ അണിഞ്ഞൊരുങ്ങി പോവുക പള്ളിയല്ലാത്ത ബാക്കി എല്ലായിടത്തും നമ്മൾ പോകും. നേരെ നമ്മുടെ ആശയവും ചിന്തയൊക്കെ മാറിയിട്ടുണ്ട്. ഏറ്റവും നല്ല രൂപത്തിൽ അണിഞ്ഞൊരുങ്ങേണ്ടത് പള്ളിയിലേക്ക് വേണ്ടിയിട്ടാണ്. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം പള്ളികളാണ്, ഏറ്റവും വെറുക്കപ്പെട്ട സ്ഥലം അങ്ങാടികളാണ്. പക്ഷെ നമ്മൾ അങ്ങാടിക്കാണ് അണിഞ്ഞൊരുങ്ങി പോവുക. അള്ളാന്റെ പള്ളിയിലേക്ക് വരുന്ന ആളുകളുടെ കോലം കണ്ടാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. വളരെ ഫക്കീറായി ദരിദ്രനാണെന്ന് തോന്നിപ്പോകും, ഒന്നും ധരിക്കാതെ. അതുപോലെ തന്നെ നമ്മുടെ മാന്യതയുടെ അലങ്കാരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പലപ്പോഴും നമ്മൾ മനസ്സിലാക്കാറുള്ള വസ്ത്രത്തിൽ പോലും ശ്രദ്ധിക്കാതെ പല ആളുകളും പള്ളിയിലേക്ക് കടന്നു വരും. നമസ്കാരത്തിന്റെ സന്ദർഭത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. അതാ പെരടി മറക്കുക എന്ന് പറയുന്നത്, ചുമൽ അത് മറക്കുക എന്ന് പറയുന്നത് നമസ്കാരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ചുമല് മറക്കാതെ നിസ്കരിക്കുന്ന ഒരുത്തന്റെ നമസ്കാരം അത് പൂർണ്ണമല്ല എന്ന് റസൂലുള്ളാഹിന്റെ ഹദീസിൽ കാണാം. ഇന്ന് പല ആൾക്കാരും തലയിൽ എന്ത് ചെയ്യും? തൊപ്പിടും. തൊപ്പിട്ടാലും ഇട്ടില്ലെങ്കിലും നിസ്കാരം സ്വീകരിക്കും. ചുമല് മറക്കാതെ നിസ്കരിച്ച ആ നിസ്കാരം പൂർണ്ണമല്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണർത്തുകയും പഠിപ്പിക്കുകയും ചെയ്തത്. ഈ വക മാനദണ്ഡങ്ങളൊന്നും പാലിക്കാതെ അള്ളാഹുവിന്റെ പള്ളികളിലേക്ക് കടന്നു വരുന്ന ആളുകൾ, അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ വളരെ ഗൗരവത്തോടുകൂടി ഈ വിഷയത്തെ കാണാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയേണ്ടതുണ്ട്. ഇസ്ലാമിക ചരിത്രത്തിൽ ആദ്യത്തെ പള്ളിയുടെ ചരിത്രം ഏറെ ശ്രദ്ധേയമാണ്. റസൂലുള്ളാഹിയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും മക്കയിൽ നിന്ന് മുശ്രിക്കുകളുടെ പീഡനങ്ങൾ സഹിക്കാൻ കഴിയാതെ അവിടുന്ന് ഹിജറ ചെയ്ത് മദീനത്തേക്ക് വരികയാണ്. 450 കിലോമീറ്റർ യാത്ര ചെയ്ത് ഒരാഴ്ചത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു ഞായറാഴ്ച രാത്രി മുതൽ പിറ്റത്തെ തിങ്കളാഴ്ച വരെ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന യാത്രയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹിജറ യാത്ര. ആ ഒരാഴ്ചത്തെ കഷ്ടത നിറഞ്ഞു നിൽക്കുന്ന, പ്രയാസം നിറഞ്ഞു നിൽക്കുന്ന ആ യാത്ര കഴിഞ്ഞ് റസൂലുള്ളാഹി മദീനയുടെ അതിർത്തിയായ ജബൽ ഗീർ പർവ്വതം മുറിച്ചു കടന്ന് മദീനയുടെ ഉള്ളിലേക്ക്, മദീന എന്ന് പറയുന്ന നാട്ടിലേക്ക് പ്രവേശിക്കാൻ ജബൽ ഗീർ നേരെ മുറിച്ചു കടന്ന് റസൂലുള്ളാഹി അങ്ങനെ വരുമ്പോഴാണ് മദീനക്കാർ മുഴുവനും റസൂലുള്ളാഹിനെ സ്വീകരിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. തന്റെ കസവ ഒട്ടകത്തിന്റെ പുറത്താണ് റസൂലുള്ളാഹി ഉള്ളത്. കൂടെ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉണ്ട്. ആ സന്ദർഭത്തിൽ ഓരോ സഹാബിമാരും അവിടെ തടിച്ചുകൂടി റസൂലുള്ളാഹിനെ സ്വീകരിക്കാൻ വേണ്ടി ഓരോ സ്വഹാബത്തും ആവേശം കാണിച്ചു. നേരെ അസ്അദ് ഇബ്നു സുറാറ റളിയല്ലാഹു അൻഹു ഓടി വന്ന് റസൂലുള്ളാഹിന്റെ കസവ ഒട്ടകത്തിന്റെ മൂക്കേരം പിടിച്ചു. ഒട്ടകം വന്നാൽ റസൂലുള്ളാഹി വരും എന്നാണ് അസ്അദ് ഇബ്നു സുറാറ വിചാരിച്ചത്. പക്ഷെ ഒട്ടകത്തിന്റെ നേരെ ബാക്ക് ഭാഗത്ത് റസൂലുള്ളാഹിന്റെ ബാണ്ടക്കെട്ടുകൾ ഉണ്ടായിരുന്നു, മറ്റ് ചരക്കുകൾ ഉണ്ടായിരുന്നു. കുൽസൂം ഇബ്നു ഹദബ് റളിയല്ലാഹു അൻഹു നേരെ വന്ന് അതെടുത്തത്. അദ്ദേഹം ചരക്കുകൾ എടുത്തു. അപ്പൊ റസൂലുള്ളാഹിന്റെ ഭക്ഷണ സാധനങ്ങളും വസ്ത്രമൊക്കെ അതിലാണുള്ളത്. അത് കുൽസൂം ഇബ്നു ഹദബ് എടുത്തുകൊണ്ട് റസൂലുള്ളാഹി കുൽസൂം ഇബ്നു ഹദബിന്റെ കൂടെ കുൽസൂം ഇബ്നു ഹദബ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ താമസാക്കിയതാണ്. ആ താമസിച്ച സ്ഥലത്താണ് ഇസ്ലാമിക ചരിത്രത്തിൽ ആദ്യത്തെ പള്ളി, റസൂലുള്ളാഹി ഉണ്ടാക്കിയ ആദ്യത്തെ പള്ളി മസ്ജിദുൽ ഖുബ നിർമ്മിക്കുന്നത് അവിടെയാണ്. അതിന്റെ നേരെ പുറകുവശത്താണ് ജബൽ ഗീറുള്ളത്. അസ്അദ് ഇബ്നു സുറാറ ഒട്ടകത്തെ പിടിച്ചു. പക്ഷെ റസൂലുള്ളാഹി ചരക്കെടുത്ത ആളെ പിന്നാലെ പോയി. ഇത് സഹിക്കാൻ കഴിയാത്ത അസ്അദ് റളിയല്ലാഹു അൻഹു ഒട്ടകത്തെ പിടിച്ച് വീട്ടിൽ പോയി. എന്നിട്ട് ഒട്ടകത്തെ നന്നായി സൽക്കരിച്ചു എന്നൊക്കെ ചരിത്രത്തിൽ നമുക്ക് കാണാം. റസൂലുള്ളാഹിനെ കിട്ടാത്തതുകൊണ്ട് റസൂലുള്ളാഹിനെ ഒട്ടകത്തെ സൽക്കരിച്ച സ്വഹാബിയുടെ ചരിത്രം ഇസ്ലാമിക ചരിത്രത്തിൽ വായിക്കാൻ കഴിയും. ആദ്യത്തെ പള്ളി മഹാനായ കുൽസൂം ഇബ്നു ഹദബ് റളിയല്ലാഹു അൻഹുവിന്റെ വീടുണ്ടായിരുന്ന സ്ഥലത്ത് ഇസ്ലാമിക ചരിത്രത്തിൽ ആദ്യത്തെ പള്ളി ഉണ്ടാക്കി. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പള്ളിക്ക് വലിയ ആദരവ് നൽകി. ഹദീസിന്റെ താളുകളിൽ കാണാം, ആ പള്ളിയിൽ വെച്ച് ആരെങ്കിലും 2 റക്അത്ത് നമസ്കരിച്ചാൽ കാന ലഹു അജ്രി ഉംറത്തിൻ, അവനൊരു ഉംറ ചെയ്ത പുണ്യമുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് പഠിപ്പിക്കുകയും ചെയ്തു.
അതിനുശേഷം ആണ് പിന്നീട് നമ്മൾ ഇന്ന് കാണുന്ന മസ്ജിദ് നബവിയിലേക്ക് റസൂലുള്ളാഹിന്റെ ഒട്ടകം അവിടുന്ന് ഏകദേശം 4 ദിവസത്തോളം അവിടെ താമസിച്ച്, പിന്നീട് തിങ്കളാഴ്ച മുതൽ തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം ദിവസങ്ങളിൽ അവിടെ താമസിച്ച് വെള്ളിയാഴ്ച പുലർച്ചെയാണ് റസൂലുള്ളാഹി മസ്ജിദ് ഖുബയുടെ ഭാഗത്ത് നിന്ന് പിന്നീട് നമ്മൾ ഇന്ന് കാണുന്ന മദീനത്തെ പള്ളിയുടെ ഭാഗത്തേക്ക് പോകുന്നത്. റസൂലുള്ളാഹി 4 ദിവസം താമസിച്ചത് അവിടെയാണ്. അപ്പൊ ഈ രൂപത്തിൽ ചരിത്രത്തിലേറെ ശ്രദ്ധേയമാണ്. ഈ ഹിജറ യാത്രയ്ക്ക് ശേഷവും പിന്നീട് എല്ലാ ദിവസവും ശനിയാഴ്ച റസൂലുള്ളാഹി സുബഹി നമസ്കാരം കഴിഞ്ഞാൽ മദീനത്തെ പള്ളിയുടെ ബാബുസലാം എന്നൊരു വാതിൽ മദീനത്തെ പള്ളിയിൽ ശ്രദ്ധേയമാണ്. ആ ബാബുസലാം വഴി റസൂലുള്ളാഹി നടന്ന് നേരെ എല്ലാ ശനിയാഴ്ചയും മസ്ജിദുൽ ഖുബയിൽ പോയി 2 റക്അത്ത് സുന്നത്ത് നമസ്കരിക്കാറുണ്ടായിരുന്നു എന്ന് ചരിത്രത്തിൽ നമ്മൾ വായിക്കും. അപ്പൊ ഇസ്ലാമിക ചരിത്രത്തിൽ ആദ്യത്തെ പള്ളി, ആ പള്ളിയുമായി ബന്ധപ്പെട്ട ശ്രദ്ധേയമായ ചരിത്രം, അതിന്റെ പ്രാധാന്യം വളരെ കൃത്യമായി ചരിത്ര താളുകളിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ ആ പള്ളികളെ നമ്മുടെ മനസ്സിൽ ചേർത്ത് വെക്കാൻ പ്രിയമുള്ളവരെ നമുക്ക് ഓരോരുത്തർക്കും കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ശ്രദ്ധരായ ഉന്നതരായ അടിമകളിൽ നമ്മൾ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والعاقبة للمتقين ولا عدوان إلا على الظالمين ونصلي ونسلم على خاتم الأنبياء والمرسلين وعلى آله وصحبه أجمعين أما بعد. അള്ളാഹുവിന്റെ വിലവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ രഹസ്യ പരസ്യ മേഖലകളിൽ സൂക്ഷ്മതയോടുകൂടി പാലിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു, വസിയ്യത്ത് നൽകുന്നു. പള്ളികളുടെ ശ്രദ്ധതയും പള്ളിയുമായി ബന്ധപ്പെട്ട വിഷയത്തിലും അനേകം ഖുർആൻ ആയത്തുകളും റസൂലുള്ളാഹിയുടെ ഉപദേശങ്ങളും നമുക്ക് കാണാം. പ്രവാചകൻ ഒരിക്കൽ പറഞ്ഞു, മൻ ബനാ മസ്ജിദൻ മസ്ജിദ് അല്ലാഹ്, ആരെങ്കിലും അല്ലാഹുവിന് വേണ്ടി ഒരു പള്ളി ഉണ്ടാക്കിയാൽ. മറ്റു ചില റിപ്പോർട്ടുകളിൽ കാണാം ഒരു കാട എന്ന് പറഞ്ഞ കിളിയുണ്ടല്ലോ, ചെറിയ കിളിയാണ്. ആ കാടയുടെ കിളിയുടെ കൂട് പോലെ ഒരു ചെറിയ ഒരു പള്ളിയാണ് ഒരുത്തൻ ഈ ഭൂമിയിൽ അല്ലാഹു വേണ്ടി ഉണ്ടാക്കുന്നതെങ്കിലും ബനല്ലാഹു ലഹു ഫിൽ ജന്ന, നാളെ സ്വർഗത്തിൽ അവന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല അതേ രൂപത്തിൽ ഒരു കെട്ടിടം അല്ലെങ്കിൽ ഒരു വീട് അവന് വേണ്ടി നിർമ്മിക്കുമെന്ന് റസൂലുള്ളാഹിയുടെ ഹദീസുകൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. മാത്രമല്ല, പള്ളിയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന ആളുകളെ റസൂലുള്ളാഹി പരിഗണിച്ചിരുന്ന രംഗവും, റസൂലുള്ളാഹിന്റെ പള്ളി എല്ലാ സന്ദർഭത്തിലും അടിച്ച് വൃത്തിയാക്കി ക്ലീനാക്കിയിരുന്ന ഒരു സ്ത്രീ, ഒരു ഗ്രാമീണയായ സ്ത്രീ. ഇവിടെ നിങ്ങൾ ആലോചിക്കേണ്ടത്, അന്ന് പള്ളി ക്ലീനാക്കിയിരുന്നത് സ്ത്രീയാണ്. ഇന്ന് പള്ളിക്കൊക്കെ പെണ്ണുങ്ങൾക്ക് കയറാൻ പറ്റൂല്ലേ, കയറിയ ഹറാമാണ്, കറാഹത്താണ്, കയറാൻ പാടില്ല എന്നൊക്കെ പറയുന്ന ആൾക്കാർ ഇന്നുണ്ട്. പക്ഷെ അന്ന് റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിൽ പ്രവാചകന്റെ പള്ളി, മദീനത്തെ പള്ളി ക്ലീനാക്കിയിരുന്നത് അതൊരു സ്ത്രീയാണ്. ആ സ്ത്രീ മരണപ്പെട്ടു, രാത്രിയാണ് മരണപ്പെട്ടത്. അതുകൊണ്ട് തന്നെ പ്രവാചകനെ ബുദ്ധിമുട്ടിക്കണ്ട എന്ന നിലക്ക് റസൂലുള്ളാഹിനോട് അവർ മരണപ്പെട്ടത്, വഫാത്തായത് പ്രവാചകനോട് പറഞ്ഞില്ല സ്വഹാബത്ത്. അവരെ മറമാടി. പ്രവാചകൻ പിറ്റേ ദിവസം പള്ളിയിൽ വന്നപ്പോ ഈ ഉമ്മയെ, ഈ സ്ത്രീയെ കാണാനില്ല. പ്രവാചകൻ സ്വഹാബത്തിനോട് ചോദിച്ചു, ആ പള്ളി ക്ലീനാക്കിയിരുന്ന വൃത്തിയാക്കിയിരുന്ന സ്ത്രീ എവിടെ? മരണപ്പെട്ടു പോയി. അപ്പൊ റസൂൽ ചോദിക്കണം, നിങ്ങൾ എന്തുകൊണ്ട് എന്നെ അറിയിച്ചില്ല എന്ന് റസൂൽ അവരോട് ആവശ്യപ്പെടുകയാണ്. ആ സന്ദർഭത്തിൽ സ്വഹാബത്ത് പറഞ്ഞു, അവരൊരു ഗ്രാമീണയായ, പ്രത്യേകിച്ച് സ്ഥാനമാനങ്ങളൊന്നും എടുത്തു പറയാനില്ലാത്തൊരു സ്ത്രീയല്ലേ, അതുകൊണ്ടാണ് അറിയിക്കാരുന്നത്. റസൂൽ നേരെ സ്വഹാബത്തിനോട് ആവശ്യപ്പെടുക, അവരെവിടെയാണ് മറമാടിയത്, കാണിച്ചു തരുന്ന സ്ഥലം. ആ സ്ഥലം കാണിച്ചു കൊടുത്തു. റസൂൽ അവിടെ പോയി ആ ഖബറിന്റെ അടുക്കൽ പോയി അവർക്ക് വേണ്ടി മയ്യത്ത് നമസ്കരിച്ചു എന്ന ഹദീസുകളിൽ നമുക്ക് വായിക്കാൻ കഴിയും. ഈ രൂപത്തിൽ റസൂലുള്ളാഹി അവിടെ എടുത്തു പറഞ്ഞത് പള്ളി വൃത്തിയാക്കിയിരുന്ന ആ സ്ത്രീ എവിടെ എന്നതാണ്. അപ്പൊ അത്രയേറെ പ്രാധാന്യം ഈ വിഷയത്തിന് ഉണ്ട് എന്ന് റസൂൽ എന്നെ പഠിപ്പിക്കുകയാണ്. മാത്രമല്ല, പള്ളിയിൽ സംസാരിക്കുക, ഭൗതികമായ കാര്യങ്ങൾ, പള്ളി മലിനമാക്കുന്ന ആളുകൾ വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹം പള്ളിയിലുണ്ട്. 2 ആളുകൾ പള്ളിയിൽ വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കുകയാണ്. പള്ളിയിലിരുന്ന് തർക്കം, പള്ളിയിലിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ തട്ടിക്കയറി സംസാരിക്കുക. ഉമർ റളിയല്ലാഹു അൻഹു പള്ളിയുടെ ഒരു ഭാഗത്ത് ഇങ്ങനെ കെടുക്കുകയായിരുന്നു. ഈ സംസാരം കേട്ടപ്പോൾ ഉമർ എഴുന്നേറ്റു, നേരെ വന്നു ഈ 2 ആൾക്കാരുടെ അടുത്തേക്ക്. നിങ്ങൾ മദീനക്കാരായിരുന്നുവെങ്കിൽ 2 എണ്ണത്തിന് ഞാൻ വെറുതെ കൊടുക്കില്ലായിരുന്നു. വേറെ നാട്ടുകാരായതുകൊണ്ട് വേണം ഇവിടുന്ന് തടി സലാമത്താക്കി, ഇനി ഇവിടെ കാണാൻ പാടില്ല എന്ന് പറഞ്ഞ് ഒളിപ്പിച്ച് വിട്ടൊരു സംഭവം ചരിത്രത്തിൽ കാണാൻ കഴിയും. അതുപോലെ തന്നെ പള്ളിയിൽ വെച്ച് ഭൗതികമായ വിഷയം, ഒരു കാര്യം കളഞ്ഞുപോയി. ഹദീസിൽ കാണാൻ ഒരുത്തന്റെ ഒരു വിഷയം, ഒരു സാധനം പള്ളിക്ക് കളഞ്ഞുപോയി. അവൻ പള്ളിയിൽ നിന്ന് അന്വേഷിച്ച് നടക്കുകയാണ്. സാധനം വേണ്ട രൂപത്തിൽ സൂക്ഷിക്കാതെ ഒരു സാധനം കളഞ്ഞുപോയി. പള്ളിയിൽ ഇങ്ങനെ അന്വേഷിച്ച് നടന്ന് അതിനിടയിൽ അത് അലങ്കോലപ്പെടുത്തിയാൽ ബാക്കിയുള്ള ആളുകൾ പ്രാർത്ഥിക്കേണ്ടത്, അല്ലാഹു അവൻ ആ സാധനം കിട്ടാതിരിക്കണേ എന്ന് പ്രാർത്ഥിക്കണം എന്നാ റസൂലുള്ളാഹിന്റെ ഹദീസ്. അഥവാ പള്ളി എന്ന് പറഞ്ഞാൽ ഭൗതികമായ ഒരു വിഷയത്തിനും വേണ്ടിയുള്ളതല്ല,
അള്ളാഹുവിനെ സ്മരിക്കാൻ, റബ്ബിനെ സ്മരിക്കാൻ, അള്ളാഹു റബ്ബ് ഈ ദീൻ എന്ന ചിന്തയുമായി ചേർത്തു വെക്കാനുള്ളതാണ് എന്ന ഹദീസിന്റെ താളുകൾ നമ്മളെ ഉണർത്തുകയും പഠിപ്പിക്കുകയും ചെയ്യാൻ. ഇതേ രൂപത്തിൽ തന്നെ ഒരിക്കൽ പ്രവാചകൻ അങ്ങനെ റൗദയിലേക്ക്, തന്റെ വീട്ടിലേക്ക് കയറി വരുന്ന സന്ദർഭത്തിലാണ്, റൗദയിലേക്ക് വരുന്ന സന്ദർഭത്തിൽ പ്രവാചകൻ നമസ്കാരത്തിന് നേതൃത്വം നൽകുന്ന മിഹ്റാബിന്റെ ഭാഗത്ത് ആരോ തുപ്പിയിട്ടുണ്ട്. റസൂലുള്ളാഹിക്ക് ഇത് കണ്ടപ്പോ വലിയ പ്രയാസമായി. പ്രവാചകന് ഒരു വെറുപ്പത് കണ്ടിട്ടുണ്ടായിന. പെട്ടെന്ന് തന്നെ ഒരു സ്വഹാബി പറ്റും വന്ന് ആ തുപ്പൽ അവിടുന്ന് ശുദ്ധിയാക്കിയതിനു ശേഷം അവിടെ സുഗന്ധം, ആ തൂണിന്റെ ഭാഗത്ത് ഒരു സുഗന്ധം പുരട്ടി എന്ന് ഹദീസിൽ കാണാം. ഇന്നും റൗദയിലെ തൂണുകളുടെ ചരിത്രം, പേരുകൾ പരിശോധിച്ചാൽ ഉസ്തുവാനത്തുൽ മുഹല്ലഖ് എന്ന പേരിൽ ഒരു തൂണ് ഇന്നും പോയാൽ റൗദയിൽ മിഹ്റാബിന്റെ ഭാഗത്ത് ഒരു തൂണ് കാണാം. മുഹല്ലഖ് എന്ന് പറഞ്ഞാൽ ഈ സുഗന്ധത്തിന്റെ പേരിൽ പിന്നീട് ആ തൂൺ ചരിത്രത്തിൽ പ്രസിദ്ധമായി എന്നർത്ഥം. അപ്പൊ സ്വഹാബത്ത് അതിൽ ശക്തമായി സൂക്ഷ്മമായി ഓരോ വിഷയവും ശ്രദ്ധിച്ചിരുന്നു എന്ന് ഹദീസിന്റെ താളുകൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. എല്ലാ നിലക്കും പള്ളികൾ, എല്ലാ നിലക്കും ആരാധനകൾക്കും, ഒരു നാടിന്റെ പൊതുകാര്യങ്ങളിൽ എല്ലാം ഇടപെടുന്ന അത്താണിയായി നിൽക്കുമ്പോൾ തന്നെ പള്ളിയുടെ വൃത്തിയും പള്ളിയുടെ പവിത്രതയും സൂക്ഷ്മമായി ശ്രദ്ധിക്കണമെന്ന് പരിശുദ്ധ ദീനിന്റെ ഉണർത്തലുകൾ, പ്രഖ്യാപനങ്ങൾ, റസൂലുള്ളാഹിന്റെ ഉപദേശങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത് കൊണ്ട് തന്നെ പ്രിയമുള്ളവരെ, ആ വിഷയത്തിൽ ശ്രദ്ധയുള്ളവരാവാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയണം. പള്ളിയിൽ സംസാരിക്കുക, അതുപോലെ തന്നെ വൃത്തിയാവാതെ പള്ളിയിൽ കയറുക. നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ റബ്ബിന്റെ ചോദ്യത്തെ അത്തരം ആളുകൾ ഭയപ്പെടേണ്ടതുണ്ട് എന്ന് കൃത്യമായി ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ശ്രേഷ്ഠരായ ഉന്നതരായ അടിമകളിൽ നമ്മ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കും.